ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷോൾഡറിൽ എങ്ങനെ ശരിയായ രീതിയിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിൽ നമ്മൾ സ്ലീവ് എങ്ങനെയാണ് നമ്മൾ ഷോൾഡറുമായിട്ട് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ വെച്ചോളുക. ഇങ്ങനെ ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു അടയാളം കൊടുക്കുക. ഇപ്പോൾ ഇതിൽ കണ്ട പോലെ. അതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇച്ചിരി നമ്മൾ കുഴിച്ച് മുറിക്കും. ആ ഒരു ഭാഗത്തും കൂടി നമ്മൾ അതുപോലെ ഒരു അടയാളം കൊടുക്കുക. അത് ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സ്ലീവ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സെൻറ്റർ ഭാഗം ആ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ച് താഴേക്ക് വരിക. നമുക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാ ഡ്രസ്സിൻ്റെ ഇത് നമ്മൾ ഷോൾഡറായിട്ട് സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കാലിഞ്ച് തീരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു കാലിഞ്ചും നമ്മൾ ടേപ്പിൽ ഒരു വര ഉണ്ടാവില്ല, അതും കൂടെ ചേർത്ത് 1/2 ഇഞ്ചിനടുത്ത് തന്നെ ഏകദേശം നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പിട്ട് തന്നെ തയ്ച്ച് വരിക. ബ്ലൗസിനും കുർത്തിക്കും അതുപോലെ തന്നെ ചുരിദാർ ടോപ്പിനും ഒക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നല്ലത്. താഴെ സൈഡിൽ നിന്ന് നമ്മൾ അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ അത് കൃത്യമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ നടുവശത്ത് തന്നെ നമ്മൾ താഴേക്ക് വരിക. അടിച്ച് താഴേക്ക് വന്നതിന് ശേഷം അത് തിരിച്ചിട്ട് മുകളിലേക്ക് 2 അടിപ്പ് എന്തായാലും നമുക്ക് വേണം. 2 അടിപ്പിൽ ഉണ്ടെങ്കിലേ അത് നല്ല രീതിയിൽ തുന്നഴിഞ്ഞു പോകാതെ നിൽക്കുകയുള്ളൂ. അതുപോലെ ഞാൻ ഈ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് അത്ര കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ അവിടെ തീർന്നു കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ അടിക്കുക. തിരിച്ചിങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ് സെൻറ്റർ ഭാഗത്ത് എത്തി ബാക്ക് സൈഡ് സ്ലീവിൻ്റെ ആ ഒരു സൈഡും കൂടെ അടിച്ച് താഴേക്കെത്തി അവിടെ നിന്ന് തിരിച്ച് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിലാണ് അടിക്കേണ്ടത്. ബ്ലൗസിനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അടിക്കുന്നത്. നമ്മളൊരു സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു സൈഡ് അറ്റത്ത് നിന്ന് നമ്മൾ സെൻറ്ററിൽ നിന്നല്ലാതെ സൈഡിൽ നിന്ന് നമ്മൾ അടിവശത്ത് നിന്ന് ഇപ്പം അടിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ കൃത്യമായിട്ട് അത് വരികയില്ല. അതുകൊണ്ട് ഇങ്ങനെ അടിക്കുക. എല്ലാവരും ചാനൽ കാണുക, വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. തയ്യൽ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത് തയ്യലിനെ കുറിച്ചാണ്. ഞാൻ 17 വർഷമായിട്ട് ടൈലറിങ് മേഖലയിലുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് ഷോപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പറമ്പിലെ പണികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ ഷോർട്ടായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. തയ്ക്കുന്ന എല്ലാവർക്കും, തയ്യൽ തുടക്കക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു നെക്ക് ചെയ്യുന്നതും കൂടെ ഇതിൻ്റെ തന്നെ നെക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതൊരു വീഡിയോയും കൂടെ ഇട്ടുണ്ട്. അത് പോയി കാണുക. ക്യാൻവാസൊന്നും വെക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് തുണി കൊണ്ട് തന്നെ നെക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാമെന്നുള്ളതാണ് മുമ്പ് ചെയ്തൊരു വീഡിയോ. അത് ഇതിൽ തന്നെ പോയി കാണുക. അതുപോലെ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നവരെന്ത് ചെയ്യണം, ഈ സ്വന്തമായിട്ട് അടിക്കുന്നവർ ഇപ്പോൾ റെഡിമെയ്ഡ് ഒരു തുണി മേടിച്ചാൽ തന്നെ അത് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ അടിക്കാനൊക്കെ. താങ്ക് യു വീഡിയോ കണ്ടതിന്.